നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. ഇന്ത്യൻ ക്രിക്കറ്റിന് ഇത് നിരാശാജനകമായൊരു ദിവസമാണ്. ബെൽഫാസ്റ്റിൽ ഇന്ത്യൻ പുരുഷ ടീം അയർലൻഡിനോട് രണ്ടാമത്തെ T20 തോറ്റ് പരമ്പര അടിയറ വെച്ചെങ്കിൽ ഇതാ ICC വിമൻസ് T20 വേൾഡ് കപ്പിൽ ഇന്ത്യൻ ടീം തോറ്റ് പുറത്തായിരിക്കുന്നു. ചരിത്ര വിജയമാണ് ഓസ്ട്രേലിയ നേടിയിരിക്കുന്നത്. 6 വിക്കറ്റിൻ്റെ വിജയം അവർ നേടുമ്പോൾ 170 റൺസാണ് അവർ ചേസ് ചെയ്തിരിക്കുന്നത്. അതായത് പെറിയും ഗാർഡനറും ചേർന്നുള്ള മികച്ചൊരു പ്രകടനം അവരെ ഹയസ്റ്റ് സക്സസ്ഫുൾ ചേസ് ഇൻ T20 വേൾഡ് കപ്പ് ഹിസ്റ്ററി. T20 വേൾഡ് കപ്പിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ചേസിങ് വിക്ടറിയാണ് അവർ സ്വന്തമാക്കിയിരിക്കുന്നത്. 6 വിക്കറ്റിൻ്റെ പരാജയം ഇന്ത്യൻ ടീം ഏറ്റുവാങ്ങുന്ന സ്ഥിതിയുണ്ടായി. കളിയിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ വിമൻസ് നിശ്ചിത 20 ഓവറുകളിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 170 റൺസ് അടിച്ചപ്പോൾ മറുപടി ബാറ്റിങ്ങിൽ 19 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 172 റൺസിലേക്ക് എത്തി ഓസ്ട്രേലിയയുടെ ടീം. അങ്ങനെ 6 പന്തുകൾ ശേഷിക്കെ അവർ 6 വിക്കറ്റിൻ്റെ വിജയം സ്വന്തമാക്കിയായിരുന്നു. ഇന്ത്യയുടെ ഇന്നിങ്സിൽ സ്മൃതി മന്ദാന 37 പന്തിൽ നിന്ന് 38 റൺസും ഷഫാലി വർമ്മ 26 പന്തിൽ നിന്ന് 34 റൺസും അടിച്ചുകൊണ്ട് മികച്ച തുടക്കമിട്ടു. ജമീമ റോഡ്രിഗസ് 28 പന്തിൽ നിന്ന് 34 റൺസാണ് അടിച്ചത്. ഹർമൻപ്രീത് കൗർ 27 പന്തിൽ നിന്ന് 56 റൺസിന് കിടിലനൊരു ഇന്നിങ്സും കളിച്ചു. അങ്ങനെ 170 റൺസ്, 4 വിക്കറ്റ് 170, അതൊരു മികച്ച സ്കോറായിരുന്നു. പക്ഷേ അനായാസം ഓസീസ് അത് മറികടക്കുന്ന കാഴ്ച. തുടക്കത്തിൽ അവർക്ക് പിഴച്ചിരുന്നു. ജോർജിയ പോലെ 4 റൺസുമായിട്ട് മടങ്ങി. ബെത്ത് മൂണി 20 പന്തിൽ 22 റൺസ് അടിച്ചു. പിന്നെ ലിച്ച്ഫീൽഡ് 25 പന്തിൽ 24. അതിനുശേഷമാണ് എലിസ് പെറിയും ഗാർഡനറും ചേർന്നുകൊണ്ടുള്ള ഈ ഒരു കൂട്ടുകെട്ട് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. എലിസ് പെറി 38 പന്തിൽ നിന്ന് 8 ഫോർ സഹായത്തോടെ 56 റൺസ്. ആഷ്ലി ഗാർഡനർ 29 പന്തിൽ നിന്ന് 3 ഫോറും 3 സിക്സും അടച്ച് ഗംഭീരമായിട്ടുള്ള ഒരു അർദ്ധ സെഞ്ചുറി, 53 നോട്ട് ഔട്ട്. അങ്ങനെ ഒപ്പം തന്നെ വിജയത്തിൻ്റെ സമയത്ത് കൂടെ ഉണ്ടായിരുന്നത് ജോർജിയ വാർഹമാണ്. 2 പന്തിൽ 4 റൺസുമായിട്ട് അവരും പുറത്താകുന്നു. ഏതായാലും ഗംഭീരമായിട്ടുള്ളൊരു വിജയം, 6 വിക്കറ്റിൻ്റെ വിജയം. ഇതോടുകൂടി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ടീം നോക്ക്ഡ് ഔട്ട് ആയിരിക്കുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ നോക്ക്ഡ് ഔട്ട് ആയിരിക്കുന്നു. ഗ്രൂപ്പ് സ്റ്റേജിൽ 5 മത്സരങ്ങൾ പൂർത്തിയാക്കുമ്പോൾ 3 വിജയങ്ങൾ, 6 പോയിൻ്റ്. ഇന്ത്യ 3-ാം സ്ഥാനത്തായി പോയി. ഗ്രൂപ്പ് 1 ഇന്ത്യ 3-ാം സ്ഥാനത്ത്. അതേസമയം ഓസ്ട്രേലിയ 5 കളികൾ 5ഉം ജയിച്ച് 10 പോയിൻ്റോടെ ഒന്നാമത്. സൗത്ത് ആഫ്രിക്ക 5 കളി 4 വിജയം 8 പോയിൻ്റോടെ രണ്ടാമതെത്തി. അതേസമയം ഗ്രൂപ്പ് 2 നിന്ന് ഇംഗ്ലണ്ട് 5 കളി 10 പോയിൻ്റ് ഒന്നാമതെത്തി. വെസ്റ്റ് ഇൻഡീസ് 5 കളി 6 പോയിൻ്റ്, ശ്രീലങ്ക 5 കളി 6 പോയിൻ്റ്. ഇങ്ങനെയാണ് ഗ്രൂപ്പ് സ്റ്റേജിലെ സ്റ്റാൻഡിംഗ് ഉള്ളത്. ഏതായാലും ഇന്ത്യ നോക്ക്ഡ് ഔട്ട് ആയിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോ എത്താം.